മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് വേണ്ടി കൽപ്പറ്റയിൽ നിർമ്മിക്കപ്പെട്ട ടൗൺഷിപ്പിൻ്റെ ഉദ്ഘാടന വേളയിൽ കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലെ MLA അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട കാലഘട്ടം മുതൽ ജനങ്ങൾക്ക് വേണ്ടി നാടിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു MLA ആണ്. ജൂലൈ 30-നുണ്ടായ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഉണ്ടായ സമയം മുതൽ അദ്ദേഹം ചൂരൽമലയിലെത്തുകയും അവിടുത്തെ ദുരന്തം വന്ന ജനങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിച്ചൊരു MLA ആയിരുന്നു ടി സിദ്ദീഖ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് കേരളത്തിലെ പൊതുസമൂഹത്തോട് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ജനങ്ങൾ കാണുന്നൊരു MLA ആണ്. ജനങ്ങൾക്ക് വേണ്ടി 24 മണിക്കൂർ പ്രവർത്തിക്കുന്നൊരു MLA ആണ്. അദ്ദേഹത്തെ ടൗൺഷിപ്പിൻ്റെ ഉദ്ഘാടന വേദിയിൽ വെച്ച് അദ്ദേഹം പ്രസംഗിക്കുന്ന അവസരത്തിൽ, അദ്ദേഹത്തിന് സ്വാഗതം പറയുന്ന അവസരത്തിൽ കരുതിക്കൂട്ടി CPM-ൻ്റെ ചില പ്രവർത്തകർ, DYFIയുടെ പ്രവർത്തകർ അദ്ദേഹത്തെ കൂവുകയും പൊതുസമൂഹത്തിൽ അദ്ദേഹത്തിൻ്റെ ഇമേജിനെ പ്രവർത്തനത്തെ കുറച്ച് കാണിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയുമുണ്ടായി. ടി സിദ്ദീഖിനെ സംബന്ധിച്ചിടത്തോളം CPM-കാർ കൂകിയത് കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരായി കള്ളപ്രചരണം നടത്തിയത് കൊണ്ടോ ഇടിഞ്ഞു പോകുന്ന ഒരു വ്യക്തിയല്ല ടി സിദ്ദീഖ്. അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി, പാർട്ടിയുടെ വർക്കിംഗ് പ്രസിഡന്റായി, കൽപ്പറ്റയുടെ MLA ആയി അദ്ദേഹം പ്രവർത്തിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ്, പൊതുസമൂഹത്തിന് വേണ്ടിയാണ്, നാടിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടായിരുന്ന ഘട്ടത്തിലൊക്കെ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനം ഏറ്റവും എടുത്തു പറയേണ്ടത്, ദുരന്തമുണ്ടായി പലരും വീട് കൊടുക്കുന്നു, മറ്റു സഹായങ്ങൾ കൊടുക്കുന്നു, സന്നദ്ധ സംഘടനകൾ ഇടപെടുന്നു. അതൊക്കെ ചെയ്യുമ്പോഴും ഒരു MLA എന്നുള്ള നിലക്ക്, അവിടുത്തെ കുട്ടികളുടെ ഭാവി എന്നുള്ള നിലക്ക്, അവിടെ ആ ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ വിദ്യാഭ്യാസ മേഖലയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനം, അതുപോലെ തന്നെ അവിടുത്തെ ഓരോ ഘട്ടങ്ങളിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചൂരൽമലക്കാർക്ക് വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തെ കേരളത്തിലെ മുഖ്യമന്ത്രിയെപ്പോലും അദ്ദേഹം ദുരന്തമുണ്ട്, അദ്ദേഹം രാത്രി 3 മണിക്ക് വിളിക്കുക, ചീഫ് സെക്രട്ടറിയെ വിളിക്കുക, മറ്റു ഉദ്യോഗസ്ഥന്മാരെ വിളിക്കുക, വകുപ്പ് മന്ത്രിമാരെ വിളിക്കുക. ആ ജനങ്ങളുടെ കൂടെ നിന്ന MLA അവഹേളിക്കാൻ നടത്തിയ ശ്രമത്തിൽ ഏറ്റവും വലിയ പ്രതിഷേധാർഹമാണ്. അദ്ദേഹത്തെ കൂയി വിളിച്ചതുകൊണ്ടോ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഇല്ലാതാകില്ല. ഒരു ജനകീയ MLA എന്നുള്ള നിലക്ക് 5 വർഷക്കാലത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എടുത്ത് പരിശോധിച്ചാൽ, ഒരു പ്രതിപക്ഷ MLA എന്നുള്ള നിലക്ക് നാടിൻ്റെ വികസനത്തിനും പാവപ്പെട്ടവൻ്റെയും സാധാരണക്കാരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടി 24 മണിക്കൂർ പ്രവർത്തിച്ച ഒരു MLA ആണ് ടി സിദ്ദീഖ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ പൊതുസമൂഹം വിലയിരുത്തിയിട്ടുണ്ട്, മുണ്ടക്കൈ ചൂരൽമലയിലെ ജനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ പരിപാടി കഴിഞ്ഞതിന് ശേഷം പൊതുസമൂഹം പ്രതികരിച്ചപ്പോൾ അദ്ദേഹത്തോട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് അവിടുന്ന് തെരഞ്ഞെടുക്കപ്പെട്ടൊരു മെമ്പർ, CPM-ൻ്റെ മെമ്പർ അടക്കം പറയുന്ന രീതിയിലേക്ക് ആ വിഷയത്തെ ചെന്നെത്തി. അതുകൊണ്ട് MLA-യോട് കാണിച്ച ഈ നടപടി ഏറ്റവും പ്രതിഷേധാർഹമാണ്. അത് ജനങ്ങൾ തന്നെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തന്നെ പ്രതികരിക്കും. CPM-ൻ്റെ ഇത്തരം തരം താഴ്ന്ന രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നത് അവർക്ക് നല്ലതാണ് എന്നുകൂടി സൂചിപ്പിക്കുന്നു.